സീക്രട്ട് വാർസ് കോമിക് സീരീസിന്റെ ഇഷ്യൂ 8 നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇഷ്യൂ 0 മുതൽ 7 വരെ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. മറക്കാതെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. യുദ്ധമുഖത്ത് ഡോക്ടർ ഡൂമിന്റെ സൈന്യവും റെബൽ ആർമിയും തമ്മിൽ വളരെ വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൈസ്ട്രോയുടെ നേതൃത്വത്തിൽ ഹൾക്ക് ആർമിയും കൂടി ഡോക്ടർ ഡൂമിനോടൊപ്പം വന്നു ചേർന്നതോടുകൂടി റെബലിയൻ ആർമിയെ പൂർണ്ണമായും തച്ചുടച്ചുകൊണ്ട് ഡോക്ടർ ഡൂമിന്റെ സൈന്യം മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു യുദ്ധത്തെ ഒരു ഡിസ്ട്രാക്ഷനായി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിലെ റീഡ് റിച്ചാർഡ്സ്, മിസ്റ്റർ ഫാന്റാസ്റ്റിക്കും അൾട്ടിമേറ്റ് യൂണിവേഴ്സിലെ മേക്കറും കൂടാതെ സ്റ്റാർ ലോർഡും ചേർന്നുകൊണ്ട് തങ്ങളുടെ ക്യൂൺ ജെറ്റിലൂടെ ഡൂം കാസിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ ഡെസ്റ്റിനേഷൻ അടുത്തെത്തുന്ന ടൈമിൽ തന്നെ യുദ്ധമുഖത്ത് തെറിച്ചു വീഴുന്ന ഒരു ഹൾക്ക് അവരുടെ ക്യൂൺ ജെറ്റിനെ അറ്റാക്ക് ചെയ്യുകയും തുടർന്ന് കൺട്രോൾ വിട്ടുവന്ന ജെറ്റ് മറ്റൊരു സ്ഥലത്ത് ക്രാഷ് ലാൻഡ് ആവുകയും ചെയ്യുന്നു. ഇതേ ടൈമിൽ തന്നെ യുദ്ധമുഖത്ത് തന്നെ ഷിപ്പിൽ നിന്നുകൊണ്ട് മൈസ്ട്രോ, ഡൂം നീ കാണുന്നില്ലേ, നിനക്ക് വേണ്ടി ഞാൻ എന്റെ മുഴുവൻ സൈന്യവുമായി ഇവിടെ വന്നിരിക്കുകയാണ്, ഇനി നമ്മെ തോപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല എന്ന് പറയുന്ന ടൈമിൽ തന്നെ ജയന്റ് വേർഷനിലുള്ള ബെൻഗ്രിങ് അഥവാ തിങ് അങ്ങോട്ടേക്ക് വരികയും തുടർന്ന് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയിടിയിൽ ആ ഒരു എന്റെ ഷിപ്പും പൂർണ്ണമായും തകർത്ത് കളയുകയും ചെയ്യുന്നു. തിങ് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി എല്ലാവർക്കും തന്നെ വളരെയധികം ഷോക്കിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതേ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സൂസ്റ്റോം, ഓ ബെൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? ഇത് കേൾക്കുന്ന ബ്ലാക്ക് സ്വാൻ ബെന്നും ഇപ്പോൾ റെബൽസിന്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു എക്സ്പ്ലോഷനിലൂടെ റെബൽസ് ഇപ്പോൾ കാസിലിനുള്ളിലേക്ക് തന്നെ പ്രവേശിച്ചിരിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ ഡൂമിന്റെ നിർദ്ദേശപ്രകാരം ബ്ലാക്ക് സ്വാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്ന റെബൽസിനെ തടയുവാനായി ചെല്ലുകയും ഇതേ ടൈമിൽ തന്നെ ബെൻഗ്രിമിനെ ആരായിരിക്കും തടയുക എന്നുള്ള സൂസന്റെ മറുപടി എന്നോണം ആ ഒരു എൻഡൽ ബാറ്റിൽ ഫീൽഡും വിറച്ച് തകരുവാൻ തുടങ്ങിയിരുന്നു. ഇതേ ടൈമിൽ തന്നെ കബാൽ ടീമിലുണ്ടായിരുന്ന ടെറാക്സ്, അങ്ങയുടെ വരവിനായിട്ടാണ് ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്, അങ്ങ് എന്നെ വീണ്ടും അങ്ങയുടെ ഹെറാൾഡാക്കി മാറ്റൂ, ദ ഗ്രേറ്റ് ഗലാക്ടസ് എന്ന് വിളിച്ച് പറയുന്ന ടൈമിൽ തന്നെ ഒരു മയവുമില്ലാതെ അവിടെ നിൽക്കുന്ന ടെറാക്സിനെ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഗലാക്ടസ് ചവിട്ടി മെതിച്ചു കളയുന്നു. തുടർന്ന് മൈസ്ട്രോയുടെ ഷിപ്പ് തകർത്ത് നിൽക്കുന്നതായിട്ടുള്ള ബെൻഗ്രിമിനെ നേരിടുവാനായി ഫ്രാങ്ക്ലിനും ഗലാക്ടസും നടന്നു നീങ്ങുന്നതായി കാണിക്കുന്നതോടുകൂടി ഈ ഒരു സീൻ ഇവിടെ കട്ടാകുകയും തുടർന്ന് സ്പേസ് ഷിപ്പ് ഒരു ഡൂം കാസിലേക്ക് ഇടിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്ന റീഡ് റിച്ചാർഡ്സും മേക്കറും ചേർന്നുകൊണ്ട് ഡോക്ടർ ഡൂമിന്റെ പവർ സോഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്ന ടൈമിൽ തന്നെ ആ ഒരു ഷിപ്പ് വീണ്ടും റീബിൽഡ് ചെയ്തെടുക്കുവാനായി സ്റ്റാർലോർഡ് ഒരു ട്യൂബ് സ്റ്റിക്കും പിടിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. അതേസമയത്ത് വാർസോണിൽ ഗലാക്ടസും ബെൻഗ്രിമും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. കണ്ണിലേക്ക് അടുത്ത് വരുന്ന ഗലാക്ടസിനെ കാണുന്ന ബെൻഗ്രിം നിന്നെ ഉറക്കാനുള്ള ടൈം ആയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ പഞ്ച് തന്നെ കൊടുക്കുന്നു. തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ബെൻഗ്രിമും മകനായിട്ടുള്ള ഫ്രാങ്ക്ലിനും തമ്മിലുള്ള ഫൈറ്റ് കണ്ട് വളരെയധികം ഷോക്ക് ആവുകയാണ് സൂസ്റ്റോം. വിക്ടർ, ഇതെല്ലാം കാണുമ്പോൾ എനിക്കൊരു ദുസ്വപ്നം പോലെയാണ് തോന്നുന്നത്, ഇതിന്റെ എല്ലാം അവസാനം എന്താകും എന്ന് പറയുന്ന ടൈമിൽ തന്നെ ഫ്രാങ്ക്ലിൻ, ഹേയ് നിങ്ങളുടെ പഞ്ച് വളരെയധികം സ്ട്രോങ് തന്നെയായിരുന്നു, എന്നാൽ നീ വിചാരിക്കുന്നതിലും വളരെയധികം പവർഫുൾ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിലുള്ള സെക്കൻഡ് റൗണ്ട് ആരംഭിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ വളരെ വലിയൊരു വാർഹോൺ അടിക്കുകയാണ്. എല്ലാവരും തന്നെ അവിടേക്ക് എന്താണ് സംഭവിക്കുന്നത് ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. ഈവൻ ഡോക്ടർ ഡൂമിനെ തന്നെ വളരെയധികം ഷോക്ക് ആക്കിക്കൊണ്ട് അവിടേക്ക് ഒരു വലിയൊരു പുകപടലം അവരെ ലക്ഷ്യമാക്കി നീങ്ങി വരികയാണ്. അതിനുള്ളിൽ അനൈലേറ്റേഴ്സിന്റെ വൻപടയും അവരുടെ ലീഡർ ആയിട്ടുള്ള മാഡ് കിങ് താനോസിനെ കാണുന്ന ടൈമിൽ തന്നെ യുദ്ധത്തിന്റെ ഗതി മാറാൻ പോവുകയാണെന്ന് തിരിച്ചറിയുന്ന ഡോക്ടർ ഡൂം അവിടെ നിന്നും ടെലിപ്പോർട്ട് ആവുകയും ബെൻഗ്രിമും ഗലാക്ടസും തമ്മിൽ നടക്കുന്ന ഫൈറ്റിനിടയിലേക്ക് യുദ്ധത്തിന്റെ ഒത്ത നടുവിലേക്ക് തന്നെ ടെലിപ്പോർട്ടായി വന്നിറങ്ങുകയും ചെയ്യുന്നു. അതിനിടയിൽ തന്നെ ഗലാക്ടസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രാങ്ക്ലിൻ പറയുകയാണ്, നിനക്കൊരിക്കലും എന്നെയോ എന്റെ അച്ഛനെയോ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. ഇത് കേൾക്കുന്ന ബെൻഗ്രിം വളരെയധികം ഷോക്ക് ആവുന്നു. വെയിറ്റ്, ഒരു മിനിറ്റ് നിർത്തിക്കേ, നിന്റെ അച്ഛനോ? ഡൂമിനെ പറ്റിയാണോ നീ പറയുന്നത്? ഓ, ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത്, നിന്നെ എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. സൂസൻ എനിക്ക് പെങ്ങൾക്ക് സമാനമാണ്, അതുകൊണ്ട് തന്നെ നീയുമായി എനിക്ക് ഒരിക്കലും ഫൈറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല ഫ്രാങ്ക്ലിൻ, നിനക്ക് എന്താ ചെയ്യുവാൻ സാധിക്കുക അത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു. ഈ ഒരു ടൈമിൽ തന്നെ ഫ്രാങ്ക്ലിൻ ഗലാക്ടസിന്റെ ബോഡി ഉപയോഗിച്ചുകൊണ്ട് ഒരൊറ്റ ഇടിയിൽ തന്നെ ബെൻഗ്രിമിനെ പല കഷ്ണങ്ങളാക്കി മാറ്റുകയാണ്. ഇതേ സമയം ഡോക്ടർ ഡൂം പോയതിനു ശേഷം വലേറിയും സൂസനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാങ്ക്ലിൻ ബെന്നിനോട് ചെയ്തത് കണ്ട് വളരെയധികം വിഷമിച്ച് കരഞ്ഞു നിൽക്കുന്ന സൂസനോടായി വലേറിയ പറയുകയാണ്, അമ്മ ഇപ്പോൾ വിഷമിക്കേണ്ട സമയമല്ല, അമ്മയ്ക്ക് ഇപ്പോൾ മറ്റാരേക്കാളും കൂടുതൽ എന്നെയാണ് വിശ്വസിക്കുന്നത് സാധിക്കുക, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേട്ടേ മതിയാകുകയുള്ളൂ, എന്റെ കൂടെ വരികയാണെങ്കിൽ അമ്മയ്ക്ക് ഞാൻ കുറച്ച് സത്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറയുന്ന ടൈമിൽ തന്നെ സൂസ്റ്റോം വലേറിയോടൊപ്പം അവിടെ നിന്നും പോകുന്നു. തുടർന്ന് ക്വിൻജെറ്റ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർലോർഡിനരികിലേക്കായി ബ്ലാക്ക് സ്വാൻ വരികയും തുടർന്ന് അവർ ഇരുവരും തമ്മിൽ ഫൈറ്റ് ആരംഭിക്കുകയും ചെയ്യുന്നു. ബ്ലാക്ക് സ്വാന്റെ ഡെഡ്ലി മാജിക്കൽ പവേഴ്സിന്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതിരുന്ന സ്റ്റാർലോർഡ് അടികൊണ്ട് വീട് കിടന്ന ടൈമിൽ തന്നെ മറ്റൊരു മാർഗവുമില്ലാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന ട്യൂബ് സ്റ്റിക്ക് തൊട്ടടുത്തായിട്ടുണ്ടായിരുന്ന ഇഗ്യാസൽ ട്രീയുടെ റൂട്ടിലേക്ക് കുത്തിയിറക്കുന്നു. അപ്പോൾ ഇതാ ഇഗ്യാസൽ ട്രീയും ആ ഒരു ട്യൂബ് സ്റ്റിക്കും തമ്മിൽ
ബോണ്ടായി ട്രീക്ക് ജീവൻ വെച്ച് വരികയും ആ ഒരു എന്റെ ഡൂം ക്യാസിലിനെയും തകർത്തുകൊണ്ട് ഐ ആം ഗ്രൂട്ട് എന്ന് അലറി വിളിച്ചുകൊണ്ട് വെളിയിൽ വരികയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇത്ര നേരം സ്റ്റാർ ലോർഡിന്റെ പക്കൽ ഉണ്ടായിരുന്നത് ഗ്രൂട്ടിന്റെ തന്നെ അവസാന ശേഷിപ്പായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഇഗ്യാസിൽ ട്രീയുമായി ബോണ്ടായത്. എന്നാൽ നേരത്തെ തന്നെ അവിടെ നിന്നും വലേറിയോടൊപ്പം രക്ഷപ്പെട്ടു വന്നിരുന്ന സൂസ്റ്റോം സ്ട്രേഞ്ചിന്റെയും മോളിക്കുലർ മാന്റെയും പ്രതിമയ്ക്കരികിലേക്ക് വന്നെത്തുകയും അവിടെ വെച്ച് അച്ഛൻ നമ്മളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് മോളിക്കുലർ മാന്റെ പ്രതിമയിലൂടെ സെന്റർ ഓഫ് ബാറ്റിൽ വേൾഡിലേക്ക് പോകാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റർ ഫണ്ടാസ്റ്റിക്കിനെയും മേക്കറിനെയും കാണിക്കുന്നു. ഇതേ ടൈമിൽ തന്നെ ബാറ്റിൽ വേൾഡിൽ എത്തിപ്പെടുന്ന ഗോഡ് എംപയർ ഡൂം തനിക്ക് ചുറ്റുമുള്ള എൻറ്റയർ അനൈലേറ്റേഴ്സ് ആർമിയും കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്ന താനോസ് ഡോക്ടർ ഡൂമിന് മുമ്പിലേക്ക് എടുത്തു ചാടുകയും നിന്റെ അഹങ്കാരം ശമിക്കാൻ സമയമായി എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു. എന്നാൽ താനോസിനെ കാണുന്ന ഡോക്ടർ ഡൂം, നീ ഇപ്പോൾ എന്താണ് ചെയ്തതെന്ന് നിനക്കറിയുകയില്ല, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ആ വാൾ ക്രിയേറ്റ് ചെയ്തതെന്ന് നിനക്കറിയാമോ, എങ്കിലും അവസാനമായി ഒരു ഓഫർ തരാം, എന്റെ മുമ്പിൽ മുട്ടുകുത്തു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വേസ്റ്റ് ലാൻഡ്സിന്റെ ബാരനാക്കി മാറ്റാം. എന്നാൽ ഇത് കേൾക്കുന്ന താനോസ്, നീ എനിക്ക് ഓഫർ തരുന്നു, ഞാൻ നിന്നെ പോലെ തന്നെ ശക്തനായി മാറിയതാണ് ഗോൺലെറ്റ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ. ഇത് കേൾക്കുന്ന ഡോക്ടറോടും, അതിനിപ്പോൾ നിന്റെ കയ്യിൽ ഗോൺലെറ്റ് ഇല്ലല്ലോ. എന്നാൽ ഇതിന് മറുപടിയായി താനോസ്, ഇപ്പോൾ ഗോൺലെറ്റ് എന്റെ കയ്യിലില്ല, എങ്കിലും ഞാൻ ജനിച്ചപ്പോഴേ ദൈവം തന്നെയാണ്, നീ വളരെയധികം വീക്ക് ആയിട്ടുള്ള ഒരു ഗോഡ് മാത്രമാണ്, ഗോൺലെറ്റ് ഇല്ലെങ്കിലും നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് നിസ്സാരമായി സാധിക്കും എന്ന് താനോസ് പറഞ്ഞു തീരുകയും ഗോഡ് എംപയറും തന്റെ ഒറ്റ പഞ്ചിലൂടെ താനോസിന്റെ എന്റെ ആർമറും ശക്തമായ എറ്റേണൽ ബോഡിയും തകർത്ത് സ്കെലിട്ടനെ പുറത്തെടുക്കുന്നു. ഈ ഒരു കാര്യത്തിൽ വളരെയധികം ഷോക്കോടുകൂടി തന്നെയാണ് വാർഫീൽഡിൽ എല്ലാവരും തന്നെ നോക്കിക്കാണുന്നത്. തുടർന്ന് അവിടെ മിച്ചമുണ്ടായിരുന്ന അനൈലേറ്റേഴ്സ് ആർമിയോട് ഗോഡ് എംപയർ ഡൂം ആജ്ഞാപിക്കുകയാണ്, നിങ്ങളുടെ ലീഡർ മരണപ്പെട്ടിരിക്കുന്നു, ഇനി മുതൽ നിങ്ങൾ എന്റെ ആൾക്കാരാണ്, എന്റെ ക്യാസിലിനെ അറ്റാക്ക് ചെയ്തവരെ പൂർണ്ണമായും തകർക്കൂ എന്ന് പറയുന്ന ടൈമിൽ തന്നെ അനൈലേറ്റേഴ്സ് ആർമി ഗോഡ് എംപയർ ഡൂമിനോടൊപ്പം ചേരുകയും തുടർന്ന് റെബലിയൻസുമായി ഫൈറ്റ് ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഗലാക്ടസും ഇഗ്യാസിൽ ട്രിയാൽ എൻഹാൻസ് ചെയ്യപ്പെട്ടുണ്ടായിരുന്ന ഗ്രൂട്ടും തമ്മിൽ വളരെ വലിയ ഫൈറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സീച്ച് കറേജസിന്റെ പോർട്ടൽ അവിടെ ഓപ്പൺ ആവുകയും അതിലൂടെ അനേകായിരം സോംബിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ കടന്നു വരികയും ചെയ്യുന്നു. ആക്ച്വലി ഈ ഒരു കാര്യം കണ്ട് എല്ലാവരും ഒരേപോലെ അത്ഭുതപ്പെടുകയും അവിടെ നടക്കുന്ന ശബ്ദങ്ങൾ കേട്ട് തിരിഞ്ഞു നോക്കുന്ന ഡോക്ടറും വളരെയധികം ഷോക്കായി തീരുകയും ചെയ്യുകയാണ്. കാരണം അവർക്ക് പിന്നിലായി ഉണ്ടായിരുന്നത്, വിക്ടർ നിന്റെ കാലം കഴിഞ്ഞിരിക്കുകയാണ്, അതിന്റെ അവസാനത്തിനാണ് ഞങ്ങൾ വന്നത് എന്ന് ഡോക്ടർ ഡൂമിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ ഇൻഫിനിറ്റി ഗോളറ്റ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കിങ് ഓഫ് ഡെത്ത് ബ്ലാക്ക് പാന്തറും പുറകിലായി തന്റെ പവർഫുൾ ട്രൈഡന്റുമായി നിൽക്കുന്ന കിങ് ഓഫ് അറ്റ്ലാന്റിസ് നമോറിനെയും കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീനും ഈ ഒരു ഇഷ്യൂം ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സീക്രട്ട് വാർ സീരീസ് ഇപ്പോൾ ഫിനാലേക്ക് അടുത്തിരിക്കുകയാണ്. അടുത്തൊരു ഇഷ്യൂ ആണ് ഫിനാലെ, അതോടുകൂടി ഈ ഒരു എൻറ്റയർ സീരീസും അവസാനിക്കുന്നതാണ് ഇവിടെ. എന്തായാലും ഫിനാലെ എപ്പിസോഡിന് വേണ്ടി നിങ്ങളിൽ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. വീഡിയോ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.